നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വി.എസിനെ കുറിച്ചുള്ള വാർത്തകളാണ് പത്രങ്ങളിൽ മുഴുവൻ. അകത്തുള്ള പേജുകളിലും പുറത്തുള്ള പേജുകളിലും പിന്നാമ്പുറത്തുമെല്ലാം വി.എസിനെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല പല സംഭവങ്ങൾ പത്രക്കാർ മത്സരിച്ച് വിവരിക്കുന്നുണ്ട്. പക്ഷെ അക്കൂട്ടത്തിലെല്ലാം ഞാൻ പരതിയ ഒരു കാര്യമുണ്ട്. അത് എനിക്കെങ്ങും തന്നെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അത് കണ്ടെത്താൻ പറ്റിയെങ്കിൽ അറിയിക്കണം. ഞാൻ പരതിയത് മറ്റൊന്നുമല്ല, ശ്രീ വി.എസ്. 102ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. 101 102 പറയുന്നുണ്ട്. എന്തു തന്നെയായാലും ശരി, അദ്ദേഹം 100 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഈ ലോകം വിട്ട് പോയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഭരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രി പോലും 100 വയസ്സ് വരെ ജീവിച്ചിരുന്നതായിട്ട് എനിക്ക് അറിവില്ല. അപ്പോൾ വി.എസ്. എങ്ങനെയാണ് ഇത്ര നാളും ദീർഘായുസ്സോടെ ഇരുന്നത്? 82ാമത്തെ വയസ്സിലോ മറ്റോ ആണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് ഞാൻ വായിച്ചിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 82ാമത്തെ വയസ്സിലും ഊർജ്ജസ്വലനായിട്ട് ഒരു സംസ്ഥാനത്തെ ഭരിക്കാൻ തക്ക കായിക മാനസിക ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ കാണുന്നുണ്ട് 60 വയസ്സാകുമ്പോൾ തന്നെ ആൾക്കാർ വാർദ്ധക്യത്തിലെത്തി തളർന്നു പോവുകയാണ്, മരുന്നുകൾക്ക് പിന്നാലെ പോവുകയാണ്, ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് 3 നേരം ഭക്ഷണത്തെക്കാളേറെ മരുന്ന് കഴിച്ച് ജീവിക്കുകയാണ്. 70 75 വയസ്സാകുമ്പോൾ മിക്കവരും കിടന്നു പോവുകയാണ്. പലരും അത്രയൊന്നും എത്തുന്നില്ല, അതിനൊക്കെ മുമ്പ് തന്നെ മരണപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള അതേ നാട്ടിലാണ് ശ്രീ വി.എസ്. അച്യുതാനന്ദൻ 82ാമത്തെ വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതും 102ാമത്തെ വയസ്സിൽ മരണപ്പെട്ടതും. വാർദ്ധക്യത്തിലും ചുറുചുറുക്കോടെ അദ്ദേഹം ആരോഗ്യത്തോടെ ഇരുന്നതിൻ്റെ രഹസ്യമെന്താണ്? അതായിരുന്നു ഞാൻ പത്രങ്ങളിൽ തിരഞ്ഞത്. പക്ഷേ അതെനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം മറ്റൊന്നുമായിരുന്നില്ല. അദ്ദേഹം ഒരു പ്രകൃതി ജീവന ഉപാസകനായിരുന്നു. പ്രകൃതി ജീവനത്തിന് അദ്ദേഹത്തിന് പ്രേരണ നൽകിയതും അദ്ദേഹത്തിന് അതേക്കുറിച്ചുള്ള ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതുമെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ വി.എസും താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ശ്രീ ജേക്കബ് വടക്കഞ്ചേരി വി.എസിൻ്റെ ജീവിതത്തിൽ വരുത്തിയ സ്വാധീനം അദ്ദേഹത്തിന് ദീർഘായുസ്സോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ സഹായകരമായി എങ്കിൽ അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളെ പത്രക്കാർ എഴുതേണ്ടതാണ്, ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ. എന്നാൽ ഈ ജനങ്ങൾ മുഴുവൻ ചില കച്ചവടക്കാരുടെ ഉപഭോക്താക്കളാണ്. അവരങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് ഇപ്പോഴത്തെ കേരളം ഭരിക്കുന്ന സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും വി.എസ്. മരിക്കുന്നതോടെ CPM മരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇന്ന് അതേ പേരിൽ നിലനിൽക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, മറിച്ച് ക്യാപിറ്റലിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് ഒരു സംശയമില്ലാതെ പറയാം. ഏതൊരു ആശയത്തിന് വേണ്ടിയാണോ ഈ പാർട്ടി തുടക്കത്തിൽ നിലവിൽ വന്നത്, ആ ആശയം മരിക്കുന്ന സമയം വരെ അല്പം പോലും മാറ്റാതെ കൊണ്ട് നടന്ന ഏക നേതാവ് ശ്രീ വി.എസ്. ആണ്. മുതലാളിമാർക്കോ അല്ലെങ്കിൽ കുത്തകകൾക്കോ ഒന്നും തന്നെ അദ്ദേഹത്തെ സ്വാധീനിക്കാനോ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാനോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടിയുറച്ച ആശയത്തിൽ നിന്നും അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കാനോ സാധിച്ചിരുന്നില്ല. ശ്രീ വി.എസ്. അച്യുതാനന്ദൻ ആത്മാർത്ഥതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് വൈകിയാണ്. തുടക്കത്തിൽ വി.എസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം, ഒരു പഴഞ്ചൻ മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഈ ആധുനിക കാലത്തെക്കുറിച്ചും ഒന്നും അറിഞ്ഞുകൂടാ, അങ്ങനെയൊക്കെയുള്ള ചില പൊട്ടത്തരങ്ങൾ ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും അടുത്തറിഞ്ഞപ്പോൾ അദ്ദേഹമായിരുന്നു 100% ശരി എന്ന് എനിക്ക് ഉത്തമമായിട്ട് ബോധ്യമായി. ഇന്ന് അദ്ദേഹത്തിൻ്റെ അതേ കാഴ്ചപ്പാടുള്ള ഏതെങ്കിലും ഒരു നേതാവ് CPMൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലുമുണ്ട്. എന്നാൽ ഒരാൾ പോലുമില്ല. എല്ലാവരും അന്ന് കുത്തക മുതലാളിമാർക്കെതിരെ, നമ്മൾ മുതലാളിമാരെന്ന് പറയുമ്പോൾ ബിസിനസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും മോശക്കാരാണെന്നോ അല്ലെങ്കിൽ അവരെ എതിർക്കണമെന്നോ അല്ല അർത്ഥം. നേരെ മറിച്ച് പൊതുജനങ്ങളെ തങ്ങളുടെ വ്യാപാര താല്പര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്നവർ ആരുണ്ടോ അവർ എതിർക്കപ്പെടേണ്ടതാണ്.
പൊതുജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങളുടെ കച്ചവടം ഭംഗിയായിട്ട് നടക്കണമെന്ന് മാത്രം ചിന്തിക്കുന്നവരാരുണ്ടോ അവരെ എതിർക്കേണ്ടതാണ്. എന്നാൽ അത്തരക്കാർക്ക് മുഴുവൻ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. VS അച്യുതാനന്ദനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെങ്കിൽ അദ്ദേഹം ഒരിക്കലും അതിന് അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ വീഡിയോയിലെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് VSൻ്റെ ആരോഗ്യം തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വത്ത് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു നേടുന്ന അറിവോ നമ്മളുണ്ടാക്കിയ പണമോ അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെട്ട പദവികളോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉത്തമമായ ആരോഗ്യം തന്നെയാണ്. ഉത്തമമായ ആരോഗ്യമില്ലെങ്കിൽ ഏത് വ്യക്തിക്കാണ് ഈ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുക? ആരോഗ്യമില്ലെങ്കിൽ ജീവിക്കാൻ പോലും നമുക്ക് തോന്നില്ല. നമുക്ക് ജീവിക്കാൻ തോന്നണമെങ്കിൽ ആരോഗ്യമുണ്ടായിരിക്കണം. VSന് അത് ഉണ്ടായിരുന്നു. അതിൻ്റെ മൂർധന്യത്തിൽ അദ്ദേഹത്തിന് അതുണ്ടായിരുന്നു. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് പ്രകൃതി ജീവനമാണ്. പ്രകൃതി ജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായ ഒന്നാണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾ പ്രകൃതി ജീവനം ഒന്ന് പരിശീലിക്കണം എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ അവർ കരുതുന്നത് ഏതോ നടക്കാൻ പറ്റാത്ത കാര്യമാണ് ഇയാൾ പറയാമെന്നാണ്. അതേക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല. പ്രകൃതി ജീവനത്തെക്കുറിച്ച് എന്താണോ അച്യുതാനന്ദനെ ദീർഘായുസ്സോടെ ഇരിക്കാൻ സഹായിച്ചത്, എങ്ങനെയാണ് അദ്ദേഹത്തിന് വാർദ്ധക്യത്തിലും ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിച്ചത്, എങ്ങനെയാണ് അദ്ദേഹത്തിന് രോഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ സാധിച്ചത്, ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രകൃതി ജീവനത്തെക്കുറിച്ച് അറിയണം. അത് പറഞ്ഞു തരാൻ നമ്മുടെ നാട്ടിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി ശ്രീ VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ ഡോക്ടർ ആയിരുന്ന ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചാനലായിട്ടുള്ള നേച്ചർ ലൈഫ് TV-യിലൂടെ ദിവസവും ഇതേക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അതിലിട്ടിട്ടുള്ള 2000-ഓളം വീഡിയോകളുണ്ട്. അതെല്ലാം കണ്ടു നോക്കണം. എല്ലാം ചെറിയ ചെറിയ വീഡിയോകളാണ്, 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ വീഡിയോകളാണ്. അതിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള, രോഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള വഴികൾ കിട്ടും. അത് ഉപയോഗപ്പെടുത്തുക. ശ്രീ VS അച്യുതാനന്ദൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഏറ്റവും അധികമായിട്ട് പഠിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യം തന്നെയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ നേട്ടവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും എല്ലാം തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ ഉപരി അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയുടെ വാർദ്ധക്യത്തിലെയും ആരോഗ്യത്തിൻ്റെ രഹസ്യമാണ് നമ്മൾ അറിയേണ്ടത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മരിക്കാറായ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ചില അസ്വസ്ഥതകൾ നമുക്കെല്ലാവർക്കും അറിയാം. ഏതൊരു വ്യക്തിയും ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം. മരിക്കാറാകുന്ന സമയത്ത് നമ്മുടെ ശരീരം താഴോട്ട് പോകും. അതിനെ തിരികെ പൊക്കിക്കൊണ്ടുവരാൻ ഈ ലോകത്ത് ഒരു വൈദ്യശാസ്ത്രത്തിന് സാധിക്കില്ല. എന്നാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ആചാരമായിട്ട് മാറിയിട്ടുണ്ട്. 95-ാമത്തെ വയസ്സിലോ 100-ാമത്തെ വയസ്സിലോ പോലും ഒരാൾക്ക് സുഖമില്ലാതാകുമ്പോൾ, അയാൾ മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അയാളെ പൊക്കിയെടുത്തുകൊണ്ട് ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകും. അവിടുത്തെ ICUവിൻ്റെ ഏകാന്തതയിൽ തണുപ്പിൽ കൊണ്ട് കിടത്തി സ്വന്തം വീട്ടുകാരെയും ബന്ധുക്കളെയും കൊച്ചുമക്കളെയും ഭാര്യയെയും അല്ലെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണോ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരായിട്ടുള്ളത് അവരെ ഒന്നും കാണാൻ സാധിക്കാതെ അദ്ദേഹത്തിന് ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാരെ കണ്ട് ഒരു ഏകാന്തമായ ഭീകരമായ അന്തരീക്ഷത്തിൽ മരിക്കേണ്ടി വരിക. എന്തിനാണ് നമ്മൾ ഈ കസർത്ത് കാണിക്കുന്നത്? മരിക്കേണ്ട സമയത്ത് ഒരു വ്യക്തി മരിച്ചിരിക്കും. ഒരാൾ വാർദ്ധക്യത്തിലെത്തി നല്ലൊരു ജീവിതം ജീവിച്ച് ആരോഗ്യത്തോടുകൂടി മരിക്കാനുള്ള ഒരവസരം അയാൾക്ക് അയാളുടെ വീട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇനിയെങ്കിലും മലയാളികൾ ചിന്തിക്കണം. മരിക്കാനുള്ളതല്ല ആശുപത്രികൾ ജീവിക്കാനുള്ളതാണ്. രോഗമുള്ളപ്പോൾ രോഗം മാറ്റാൻ വേണ്ടിയാണ് ആശുപത്രികളെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ മരിക്കാറാകുന്ന സമയത്ത് ഏകാന്തമായിട്ട് വേണ്ടപ്പെട്ടവരെ ഒന്നും കാണാതെ ഒറ്റപ്പെട്ട് മരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഇടങ്ങളല്ല. അങ്ങനെ ഒരു കൾച്ചർ മലയാളികൾക്കുണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും അത് മാറ്റണം. ഒപ്പം തന്നെ ശ്രീ VS അച്യുതാനന്ദൻ്റെ ആരോഗ്യ രഹസ്യം മനസ്സിലാക്കി അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പരിവർത്തനം നമുക്കും വരുത്താൻ സാധിച്ചാൽ അതുകൊണ്ട് ഗുണം നമുക്ക് തന്നെയായിരിക്കും. VSന് പ്രണാമം. താങ്ക് യു.